നമസ്കാരം. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ഇടങ്ങളിൽ സജീവ ചർച്ചയാണ് മങ്ങാട് മീഡിയയെക്കുറിച്ച്. മങ്ങാട് മീഡിയ ഇതിനോടകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സജീവ സാന്നിധ്യമായി മാറുകയാണ് ഉണ്ടായത്. മങ്ങാട് മീഡിയ പുതിയ ഒരു പദ്ധതിയുമായി എത്തുകയാണ്. മുഴുവൻ പേരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് കെ പി സജിനാഥ്. നവഡേയ്സ് വി ആർ ഡിസ്കസിങ് അബൌട്ട് വാല്യൂസ്. മൂല്യത്തെക്കുറിച്ചുള്ള ചർച്ച സജീവമായിരിക്കുന്ന വേളയാണിത്. നിരവധി വർത്തമാനങ്ങൾ മൂല്യവുമായി ബന്ധപ്പെട്ടുണ്ട്. ഓരോ അണുവിനും മൂല്യമുണ്ട്. ചെറുതും വലുതുമായ ജീവിത വ്യവഹാരങ്ങൾക്കിടയിൽ ഈ മൂല്യം ഏറിയും കുറഞ്ഞും ചർച്ച ചെയ്യപ്പെടുകയാണ്. മൂല്യാധിഷ്ഠിതം, മൂല്യബോധം, അത്തരത്തിൽ മൂല്യവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചാ വിഷയങ്ങളാണ്, സംജ്ഞകളാണ് നമുക്കിടയിലുള്ളത്. ആ മൂല്യത്തിന് എന്തോ സംഭവിച്ചിട്ടില്ലേ? മങ്ങാട് മീഡിയ ഗൗരവമായി അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രധാനമായ മൂല്യം, ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സജീവ ചർച്ചയാണ്. ഞങ്ങൾ ആ ഇടത്തെയും ഈ പരിപാടിയുമായി ബന്ധപ്പെടുത്തുകയാണ്. മൂല്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ യൂണിറ്റുകൾ, നമ്മുടെ സമൂഹത്തിലെ ചെറിയ യൂണിറ്റുകൾ മുതൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ മൂല്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവ തന്നെയാണ്. അവയ്ക്കിടയിൽ ഒരു മൂല്യച്യുതിയില്ലേ? ആ മൂല്യച്യുതിയുടെ കാരണങ്ങളാണ്, അതിൻ്റെ പ്രത്യയശാസ്ത്രമാണ് മങ്ങാട് മീഡിയ ഇന്ന് പരിഗണിക്കുന്നത്, അന്വേഷിക്കുന്നത്. ഇവിടെ ഓരോ വ്യക്തിയും അവൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ജീവിത വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ സമൂഹത്തിന് സംഭവിച്ചത് എന്ന നിങ്ങളുടെ അറിവ് ഞങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിരവധി മേഖലകളായി ഈ പദ്ധതിയെ ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. ജീവിത വ്യവഹാരവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകൾ, സാംസ്കാരിക രംഗം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകൾ, അതിൽ ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായും മത സാമുദായിക രംഗം. മത സാമുദായിക രംഗത്ത് ഇന്ന് അതിൻ്റെ അളവുകോൽ എന്താണ്, അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആ മേഖലയുടെ മൂല്യം എത്രത്തോളമുണ്ട്, അവിടെ എത്രത്തോളം മൂല്യച്യുതിയുണ്ട്, ഇതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗം, മലയാളിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവമാക്കുന്നത് രാഷ്ട്രീയ രംഗം കൂടിയാണ്. ഈ പറഞ്ഞ രംഗങ്ങളൊക്കെ പരസ്പര പൂരകങ്ങളാണ്. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയും ഒന്നൊഴിയാതെ നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ട് എന്നത് നമ്മുടെ ജീവിതാനുഭവമാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തെ മൂല്യച്യുതി നാം അന്വേഷിക്കേണ്ടതുണ്ട്. പൊതുപ്രവർത്തന രംഗം, ക്രമാനുഗതമായ സമൂഹത്തിൻ്റെ വളർച്ചയിൽ നിരവധി പേർ അവരുടെ ജീവിതം ത്യജിച്ചിട്ടാണ് ഈ നാടിനെ ഇത്ര മാറ്റിയെടുത്തത്. ആ പൊതുപ്രവർത്തനത്തിൻ്റെ ഉടമകൾക്ക് എന്തു സംഭവിച്ചു? ആ പൊതുപ്രവർത്തനം ഇപ്പോൾ ഏത് നിലവാരത്തിൽ, ഏതു നിലയിൽ നിൽക്കുന്നു പരിശോധിക്കേണ്ടതില്ലേ? അവിടെയും നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. ജീവകാരുണ്യ രംഗം, ജീവകാരുണ്യം മാനവാശി ഉള്ളിടത്തോളം കാലം ആ രംഗവും സജീവമാകേണ്ടതുണ്ട്. സഹജീവിയുടെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുക എന്നത് വലിയ സ്വപ്നമാണ്. വേദനിക്കുന്നതിൻ്റെ കണ്ണീര് തുടയ്ക്കുക, അവന് സമാശ്വാസം നൽകുക, ഇത് മാനവികതയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ ജീവകാരുണ്യ മേഖല എന്തു സംഭവിച്ചു? നിങ്ങൾ ആ വിഷയവും ചർച്ച ചെയ്യുമെന്ന് കരുതുകയാണ്. ഭരണകൂടം, സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് ഭരണകൂടങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ആ ഭരണകൂടത്തിന് മൂല്യച്യുതി ബാധിച്ചാൽ ഒരു സമൂഹത്തെ അതിനെങ്ങനെ നയിക്കുവാൻ കഴിയും? ആ സമൂഹം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സമൂഹവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതൊക്കെ പിന്നോട്ടടിയും എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പോലും ക്രമാനുഗതമായ ആ സമൂഹങ്ങളുടെ മുന്നോട്ട് പോക്ക് മാത്രമാണ് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനുഭവങ്ങളായി അവ കുറിച്ചു വച്ചിട്ടുണ്ടാകും. അപ്പോൾ ഭരണകൂടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭരണകൂടം മൂല്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഭരണകൂടത്തിൻ്റെ മൂല്യച്യുതി എങ്ങനെയാണ് എന്ന വസ്തുത കൂടി ചർച്ച ചെയ്യുകയാണ്. ഉദ്യോഗസ്ഥ വിഭാഗം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗം, കലാ സാംസ്കാരിക രംഗം, നിയമപരിപാലനം, കോടതിയുടെ വിധികൾ, ഉൽപാദന സംഭരണ വിതരണ മേഖലകളുടെ സവിശേഷതകൾ, വ്യവസായ IT രംഗത്തെ ഇപ്പോഴത്തെ അവസ്ഥ, പ്രധാനമായും ഞങ്ങൾ മറ്റൊരു മേഖല മാധ്യമ രംഗം കൂടിയാണ്. ഇത്തരത്തിൽ
ഞങ്ങളുടെ ശ്രദ്ധയിൽ വരാത്ത ഏതെങ്കിലും രംഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതുമായി സഹകരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയും വിട്ടുപോയത് ഗുരുതരമായ അക്ഷന്തവ്യമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് അവ കൂടി ഉൾപ്പെടുത്തണമെന്നും ആ നിലയിൽ മങ്ങാട് മീഡിയ നടത്തുന്ന ഈ സർവേ വൻപിച്ച വിജയമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളും ഒരു മാധ്യമമാണ്. മാധ്യമ മേഖലയുടെ മൂല്യച്യുതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ കണ്ടെത്തലുകളും ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ കൺക്ലൂഷനുകളും മങ്ങാട് മീഡിയയുടെ മുന്നോട്ട് പോക്കിനു കൂടി ഉതകും എന്ന ധാരണ ഞങ്ങൾക്കുണ്ട്. അവിടെയും സജീവമായ സാന്നിധ്യം, സജീവമായ ഇടപെടൽ, നിങ്ങളുടെ സജീവമായ സമഗ്രമായ അഭിപ്രായ പ്രകടനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു സർവേ ഫോം നേരത്തെ തന്നെ വിതരണം ചെയ്ത് കുറേ പേരുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട്. എന്നാൽ ഈ നവമാധ്യമത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള അവസരം കൂടിയാണ്. മങ്ങാട് മീഡിയ ഡെപിക്ട്സ് ദ നേച്ചർ ആൻഡ് ലൂംസ് ദ ലൈഫ്. ജീവിതം നെയ്തെടുക്കുന്ന, പ്രകൃതിയെ വിവരിക്കുന്ന മങ്ങാട് മീഡിയ ഈ മഹത്തായ കർമ്മത്തിലേക്ക് മുഴുവൻ പേരെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സവിധത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഫോമാറ്റ് എത്തിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തെ സമഗ്രമായ മാറ്റത്തിന്, പരിഷ്കരണത്തിന് വിധേയമാക്കാനുള്ള ഈ പദ്ധതിയിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓൾ ആർ റിക്വസ്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് സർവേ ആൻഡ് മേക്ക് ദി സർവേ എ ഗ്രേറ്റ് സക്സസ്. ദാറ്റ്സ് അവർ ഒപ്പീനിയൻ, അവർ റിക്വസ്റ്റ്. ഈ സർവേയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ കൃത്യമായി വിശകലനത്തിന് വിധേയമാക്കുകയും വിദഗ്ധ സമിതിയെക്കൊണ്ട് പരിശോധിപ്പിക്കുകയും കൃത്യമായി ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുന്നതുമാണ്. അതിനുകൂടി നിങ്ങളുടെ പിന്തുണ ഉണ്ടാക്കണം. കേവലം ഒരു പ്രവർത്തനം മാത്രമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ മൂല്യം ഉയർത്തുവാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് മങ്ങാട് മീഡിയയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അത്തരത്തിൽ വി ഹാവ് ടു ലൂം ദ ലൈഫ്. ദാറ്റ്സ് മങ്ങാട് മീഡിയ. എക്സ്പെക്ടിങ് യുവർ കോപ്പറേഷൻ. താങ്ക് യു വെരി മച്ച്.